എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം, കുറച്ച് ദിവസമായിട്ട് കേരളത്തിൽ ഇങ്ങനെ മഴ തന്നെയാണ്, വെയിലത്ര ഇല്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ ഡേ ഇൻ മൈ ലൈഫാണ്. ഒരു റാൻഡം ഡേ ഇൻ മൈ ലൈഫ്, ഒന്നും പ്രത്യേകിച്ച് സ്പെഷ്യലൈസ് ചെയ്ത് പറയാനൊന്നുമില്ല. അപ്പോൾ പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്, അപ്പോൾ തണുപ്പുമുണ്ട്. എൻ്റെ ശബ്ദം വരുന്നുണ്ടോ എന്നറിയില്ല. ഞാൻ എൻ്റെ മൈക്കിൻ്റെ ലെവൽ മാക്സിമം കൂട്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ സംസാരിക്കുന്നത്. അപ്പോൾ ഉണ്ടാവില്ല, അത്യാവശ്യം നല്ല പെർഫോമൻസ് ചെയ്തിന്. അപ്പോൾ നല്ല തണുപ്പുണ്ട്, കുളിക്കാനൊക്കെ മടിയാണ്. ഞാൻ ഇപ്പോൾ എണീറ്റിട്ടേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ എണീറ്റു. സാധാരണ ലേറ്റായിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറ്, പക്ഷേ ഇന്ന് നേരത്തെ കഴിച്ചു. എന്നിട്ട് മുടിയൊക്കെ ജസ്റ്റ് അതേപോലെ തന്നെ കിടക്കണം. ഞാൻ മുടി ചീന്തി കിട്ടാറൊന്നുമില്ല. രാവിലെ അത്രയ്ക്ക് മോശമായി കിടക്കണമെന്ന് വെച്ചാൽ മാത്രം ചീന്തി കിട്ടാറില്ല, അതപ്പോൾ ഇങ്ങനെ തന്നെ അഴിച്ചിടും. പിന്നെ മുടി വൈകുന്നേരം കിട്ടിയിട്ട് അങ്ങനെ വൈകുന്നേരം അഴിച്ച് കിട്ടാറുണ്ട്, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് അഴിച്ച് കിട്ടാറുണ്ട്, അപ്പോഴേ ഇങ്ങനെ മാറ്റി കിട്ടുള്ളൂ. അപ്പോൾ അല്ലാതെ മിക്ക ദിവസം ഇങ്ങനെ തന്നെ ഉണ്ടാക്കുക. അപ്പോൾ മുഖത്തൊന്നും ചെയ്തിട്ടില്ല. ഞാൻ രാവിലെ എണീറ്റ് ഒരു ഇതിന് ഇരിക്കുന്നുണ്ട്. പറഞ്ഞാൽ രാവിലെ മുഖം ഒരുമാതിരി ഉണ്ടാവില്ല, അതുപോലെ തന്നെ എൻ്റെ വീഡിയോസിൽ പിന്നെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് കേൾക്കുന്നുണ്ടാവും ഉറക്കം കഴിഞ്ഞ് വന്നിരിക്കുകയാണെന്ന്. എൻ്റെ മെയിൻ പണി ഉറക്കം തന്നെയാണ്. രാവിലെ ഉറങ്ങും, ഉച്ചയ്ക്ക് ഉറങ്ങും, രാത്രി ഉറങ്ങും, എല്ലാം ഈ നേരം ഉറക്കമാണ് മെയിൻലി. എൻ്റെ വെക്കേഷൻ ഇപ്പോൾ പോകുന്നത് ഉറക്കത്തിലാണ് സമയം പോണത്. അപ്പോൾ എന്തായാലും ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാൻ വിചാരിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ രാവിലെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞു. അപ്പോൾ കുളിയൊക്കെ കുറച്ച് ലേറ്റായിട്ടാവാൻ വിചാരിച്ചു. ഒരു മടി, നല്ല തണുപ്പല്ല, അപ്പോൾ മടിയാണ് ശരിക്കും പറഞ്ഞാൽ കുളിക്കാനൊക്കെ. അപ്പോൾ ഞാൻ എന്നിട്ട് പഠിക്കാതിരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഏതെടുക്കുക എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു. മാത്സ് എടുക്കണോ അതോ ബയോളജി എടുക്കണോ എന്ന് ആലോചിക്കായിരുന്നു. പിന്നെ ഞാൻ മാത്സാണ് ഫൈനലി എടുത്തത്. അപ്പോൾ ഞാൻ മാത്സ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ മാത്സിൻ്റെ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കി ഞാൻ ഫ്രണ്ടിലേക്ക് തന്നെ ഒന്നും ചെയ്തിട്ടില്ല, പഠിച്ചിട്ടൊന്നുമില്ല. ലാസ്റ്റ് അന്ന് തന്നെയാണ് മാത്സ് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ പഠിച്ചിട്ടൊന്നും ഇല്ല. അപ്പോൾ ഇപ്പോഴാണ് പിന്നെ എടുക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പഠിക്കുന്നില്ല. ഞാൻ ഇങ്ങനെ ഓൾട്ടർനേറ്റ് ഡേയ്സ് ആയിട്ടാണ് പഠിക്കുക. അപ്പോൾ ചിലപ്പോൾ 2-3 ദിവസം പഠിക്കുന്നില്ല ഇങ്ങനെ തോന്നുകയാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ഞാൻ വേഗം വീഡിയോ എടുക്കുമായിരിക്കും. വീഡിയോ എടുക്കുകയാണെങ്കിൽ ഞാൻ ഇന്ന് പ്രൊഡക്റ്റീവ് ആയിരിക്കും. അപ്പോൾ വല്ലതും കുറച്ച് നേരമെങ്കിലും ഇരുന്ന് പഠിക്കുമല്ലോ. ഒന്നുമില്ലാത്തതിനെക്കാട്ടിലും ബെറ്ററല്ലോ കുറച്ച് എന്തെങ്കിലും നോട്ട്സെങ്കിലും ഒന്ന് ഉണ്ടാക്കി വയ്ക്കില്ലേ. അപ്പോൾ ഞാൻ ഇങ്ങനെ മാത്സ് കുറേയൊക്കെ നോട്ട് മനസ്സിലാക്കിയിട്ട് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ എടുക്കുമ്പോൾ ഇപ്പോൾ ഞാൻ ഇരുന്ന് പഠിക്കുന്നുണ്ട്. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് പഠിക്കാൻ ഇത്ര കോൺസെൻട്രേഷൻ കിട്ടുന്നുണ്ടായില്ല. പിന്നെ ഞാനത് ജസ്റ്റ് നോട്ട്സ് മാത്രം ക്രിയേറ്റ് ചെയ്ത് വെച്ചു. ഓൾമോസ്റ്റ് അവർ പറയുന്ന പോയിൻറ്റ്സൊക്കെ എഴുതി വെച്ചു. പിന്നെ പിന്നീട് രാത്രി ഞാനും പഠിക്കുമ്പോൾ വൃത്തിയായിട്ട് മനസ്സിലാക്കിയിട്ട് പഠിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ വീഡിയോസിൻ്റെ താഴെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന കമൻറ്റാണ് ബയോളജി എങ്ങനെയാണ് പഠിക്കുക, അതിൻ്റെ നോട്ട്സിനൊക്കെ കുറിച്ചിട്ട്. ഞാൻ ഓൾറെഡി എൻ്റെ മുന്നത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ബയോളജിക്ക് നോട്ട്സ് ഉണ്ടാക്കാറില്ല. ഞാൻ അത്രയ്ക്ക് വേണം, ചിലപ്പോൾ ഞാൻ ഈ എക്സാമിനറുടെ ഗൈഡ് നോക്കിയിട്ടാണ് ബയോളജി പഠിക്കുക. അപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ബയോളജി ഇങ്ങനെ പഠിക്കുക ബുദ്ധിമുട്ടാണ്, കിട്ടുന്നില്ല, +1 എനിക്ക് അത്ര നന്നായി പഠിക്കാൻ പറ്റിയില്ല എന്നൊക്കെ. അപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾ വല്ല ഗൈഡ് പോയിൻ്റ് വൈസ് കൊടുത്തിട്ടുള്ള ഏതെങ്കിലും ഗൈഡ് നോക്കാനാണ്. ഞാൻ യൂസ് ചെയ്യുന്നത് എക്സാമിനറാണ്. പിന്നെ ചില സമയത്ത് ചില ചാപ്റ്റേഴ്സ്, ഇപ്പോൾ എനിക്ക് +1 2 ചാപ്റ്റേഴ്സ്, ഏതൊക്കെയാണ് ഞാൻ പറയാം, റെസ്പിറേഷൻ ഇൻ പ്ലാന്റ്സും പ്ലാൻ ഗ്രോത്തും. ഈ 2 ചാപ്റ്റേഴ്സ് എക്സാമിനറിൻ്റെ ഗൈഡിലത്തെ അത്ര നല്ലതല്ല, പറഞ്ഞാൽ ഗ്രാമർ മിസ്റ്റേക്സ് കുറേ ഉണ്ട്. അപ്പോൾ ഞാൻ എന്താ ചെയ്തെന്ന് വെച്ചാൽ ആ 2 ചാപ്റ്റേഴ്സ് മാത്രം ഞാൻ HSS ലൈവ് ഇല്ലേ, ആ പോർട്ടലിൽ നിന്ന് ഞാൻ നോട്ട്സ് ഇങ്ങനെ കുറേ നോക്കിയിട്ട് ഒരു നല്ല നോട്ട്സ് ഒരു ടീച്ചറുടെ നോക്കിയിട്ട് ഞാൻ എടുത്ത് എഴുതി അത് പഠിച്ചു. പിന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു സൈലത്തിൻ്റെ ഓൺലൈൻ ട്യൂഷൻ എങ്ങനെയുണ്ട്, പിന്നെ അവരുടെ ഗൈഡൊക്കെ എങ്ങനെയുണ്ടെന്ന്. അതെനിക്ക് ഗൈഡിനെ കുറിച്ചൊന്നും എനിക്കൊന്നും അറിയില്ല കേട്ടോ. ഞാൻ എപ്പോഴും എക്സാമിനർ വാങ്ങല്ല, എനിക്കത് ട്യൂഷൻ ചേർന്നപ്പോൾ എനിക്ക് കഴിഞ്ഞ കൊല്ലം ഇക്കൊല്ലം എനിക്ക് കിട്ടി. പിന്നെ ഞാൻ പുറത്തുനിന്ന് വാങ്ങാറ് ലേബർ ഇന്ത്യയാണ്. കുറച്ച് നേരം റൂമിൽ നിന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ വിചാരിച്ചെന്ന് ബാൽക്കണി ചെന്നിരിക്കുക, നല്ല മഴയിൽ തണുപ്പുണ്ടല്ലോ എന്ന്. അപ്പോൾ ഞാൻ സാധാരണ അവിടെ ഇരിക്കാറില്ല, എന്താ വെച്ചാൽ നല്ല ചൂടായിരിക്കും. അപ്പോൾ മഴയല്ല, അപ്പോൾ അവിടെ പോയിരുന്നു. അവിടെ തണുപ്പാണെങ്കിൽ പോലും ഞാൻ വീണ്ടും അവിടെ ടേബിൾ ഫാൻ ഇട്ടിട്ടായിരുന്നത്. പിന്നെ സൈലത്തിൻ്റെ ക്ലാസ്സസിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ അതാകെ ഞാൻ എൻ്റെ ലൈഫിൽ 2 യൂട്യൂബ് ക്ലാസ് മാത്രമേ അവിടെ കണ്ടിട്ടുള്ളൂ. അതും ഫുള്ളൊന്നും കാണാതിരുന്നിട്ടില്ല. ഒന്നൊരു ഷോർട്ട് വീഡിയോ ആയിരുന്നു, അത് ഇംഗ്ലീഷ് ഗ്രാമർ ഇങ്ങനെ പറഞ്ഞു തരില്ലേ, അങ്ങനത്തെ വീഡിയോ ആയിരുന്നു. അന്ന് സൂപ്പറായിരുന്നു. പിന്നെ ഒന്ന് കെമിസ്ട്രി ആയിരുന്നു കേട്ടോ. അത് +1 കണ്ട ഒരു കഥയാണ്. തുടക്കത്തിൽ എക്സാമിനറൊക്കെ ജോയിൻ ചെയ്യുന്നതിൻ്റെ മുന്നേ ഇടയിൽ നമ്മൾ യൂട്യൂബ് ക്ലാസ് ഞാൻ കാണാതിരിക്കുകയായിരുന്നു ഒരു ചാപ്റ്ററിൻ്റെ. അപ്പോൾ അത് എനിക്ക് തുടക്കത്തിലാണ്, ഞാൻ ഫുള്ളൊന്നും കാണാതിരുന്നില്ല. ഒരു ആദ്യത്തെ 10 മിനിറ്റ് ആകുമ്പോഴേക്കും ഞാൻ വേഗം നിർത്തി. എന്താ വെച്ചാൽ നല്ല സംസാരിക്കുന്നുണ്ടായിരുന്നു അവർ. സംസാരിക്കുന്നത് ഇഷ്ടമല്ലേ ചോദിച്ചാൽ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളല്ലേ. ചിലർക്ക് നല്ല സംസാരിച്ച് ക്ലാസ് പോയാലെങ്കിൽ അവർക്ക് അതായിരിക്കും ഇഷ്ടം. എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല. പറഞ്ഞാൽ എനിക്ക് പഠിക്കാതിരിക്കുക പറഞ്ഞാൽ തന്നെ പഠിക്കാതിരിക്കുമ്പോൾ തന്നെ തീർക്കുന്ന കാര്യമാണ് ഞാൻ ഓർക്കുക. പഠിക്കാനിരിക്കുമ്പോൾ തന്നെ എത്രയും വേഗം പഠിച്ച് തീർന്ന് കിട്ടിയാൽ മതി എന്നാണ് ഞാൻ ആലോചിക്കുന്നുണ്ടാവുക. അപ്പോൾ എനിക്ക് ഇടയിൽ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഇങ്ങനെ ടൈം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കില്ല, ലാഗ് അടിച്ചുകൊണ്ടിരിക്കില്ല. എനിക്കതൊട്ടും ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഞാൻ എക്സാമിനർ നോക്കുന്നത്. എക്സാമിനറിൽ അവരിങ്ങനെ വല്ലാതെ ലാഗ് അടുപ്പിക്കുന്നില്ല, എന്നാൽ രസമുണ്ട്, എല്ലാം മനസ്സിലാവുന്നുണ്ട്, അപ്പോൾ ടൈം ലാഗും ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എക്സാമിനർ ഓപ്റ്റ് ചെയ്യാൻ കാരണം. സൈലത്തിൽ അവർ നല്ല സംസാരിക്കുന്നുണ്ട്, അതെനിക്ക് ഒട്ടും ഇഷ്ടമല്ല.
അഗെയിൻ ഇതെൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ് കേട്ടോ. ഞാൻ ആരെയും താഴ്ത്തി പറയാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. സ്ഥലത്തിലത്തെ മറ്റ് ക്ലാസ്സൊക്കെ നല്ലതായിരിക്കും, ഒരു ക്ലാസ് മാത്രം ജഡ്ജ് ചെയ്യാൻ എനിക്ക് പറ്റില്ല. പക്ഷേ എനിക്ക് ഫസ്റ്റ് ഇതെനിക്ക് ഇഷ്ടമാവാത്തതുകൊണ്ടാണ് എനിക്ക് എക്സാമിനർ ഞാൻ ഓപ്റ്റ് ചെയ്തത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഓരോരുത്തരും ഡിഫറെൻ്റ് ആണല്ലോ. ചിലർക്ക് ഉറക്ക വാച്ച് പഠിക്കാനായിരിക്കും, ചിലർക്ക് മൈൻഡായിരിക്കും, ചിലർക്ക് എഴുതി പഠിക്കാനായിരിക്കും ഇഷ്ടം. അത് പറയുന്ന പോലെ തന്നെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളല്ലേ. അപ്പോൾ എനിക്ക് എക്സാമിനറാണ് പേഴ്സണലി ഇഷ്ടമായത്. പിന്നെ ക്ലാസ്സസ് എങ്ങനെയുണ്ട് ചോദിക്കുന്നുണ്ടായിരുന്നു എക്സാമിനടുത്ത്. പിന്നെ ഏത് ലൈവാണോ റെക്കോർഡാണോ കാണുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. ഞാൻ റെക്കോർഡാണ് കാണുന്നത്. 2024-25 റെക്കോർഡാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഉച്ചയ്ക്ക് ചപ്പാത്തി ആയിരുന്നു കേട്ടോ ഫുഡ്. അപ്പോൾ ഞാൻ തന്നെ ഉണ്ടാക്കാൻ ട്രൈ ചെയ്യുന്നുണ്ട്. ഇത് 3rd ടൈമാണ് ഞാൻ ട്രൈ ചെയ്യുന്നത്. അപ്പോൾ അമ്മ ഇടയിൽ വന്ന് ശരിയായിട്ടാണോ ചെയ്യണമെന്നൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പതുക്കെ പതുക്കെ ഓരോന്നിങ്ങനെ പഠിച്ച് വരുന്നുണ്ട്. എന്താ വെച്ചാൽ ഒരു നേരം ഇപ്പോൾ ആരും ഇല്ലെങ്കിൽ പോലും എനിക്ക് തന്നെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റണം, ഇല്ലെങ്കിൽ അത് പുറത്ത് പോയിരിക്കുകയാണ്. അപ്പോൾ വരുമ്പോഴേക്കും ഒന്ന് ഫുഡ് ഉണ്ടാക്കി വയ്ക്കുക, അങ്ങനെയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ സ്റ്റാർട്ടിങ് മുതൽ എൻഡ് വരെയുള്ള എല്ലാ പണിയും ഇപ്പോൾ കഷ്ണരി അങ്ങനത്തെയൊക്കെ ഞാൻ ഓൾറെഡി പഠിച്ച് കഴിഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങനെ പതുക്കെ പതുക്കെ പഠിക്കും. എനിക്ക് കുക്കിംഗ് ഭയങ്കര ഇഷ്ടം. പുതിയ ഇതും ഞാൻ ട്രൈ ചെയ്യും. അപ്പോൾ ബിരിയാണി ഉണ്ടാക്കാൻ പഠിച്ചു. അങ്ങനെ ഓരോന്നിങ്ങനെ പുതിയതായി പല കറീസും പിന്നെ യൂട്യൂബ് നോക്കിയിട്ട് ഞാൻ ഓരോന്ന് പുതിയതൊക്കെ ഇങ്ങനെ ട്രൈ ചെയ്യാറുണ്ട്. പാൻ കേക്ക്സ് അങ്ങനത്തെയൊക്കെ. ഉച്ചയ്ക്ക് കുറച്ച് മഴയൊക്കെ ശമിച്ചപ്പോൾ ഞങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ സൂപ്പർ മാർക്കറ്റ് കയറണം വെച്ചിട്ട് നല്ലതായിട്ട് ഇറങ്ങിയത്. ഞങ്ങൾക്ക് വേറെ അപ്പോയിൻമെൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയമാകുമ്പോഴേക്കും അവിടേക്ക് എത്തിയാൽ മതി. അപ്പോൾ ഞങ്ങൾ പതുക്കെ എന്നാൽ കുറച്ച് നേരത്തെ ഇറങ്ങി. പതുക്കെ നടന്നിട്ട് എന്നപ്പോൾ വേഗം ക്ഷീണിക്കില്ല. അപ്പോൾ അങ്ങനെ പോകാൻ വെച്ചിട്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ പതുക്കെ നടന്ന് വേഗം അവിടെ എത്തി. അപ്പോൾ ഞങ്ങൾക്ക് അടുത്ത് സൂപ്പർ മാർക്കറ്റ് ഉള്ളതുകൊണ്ട് അവിടെ ഞങ്ങളൊന്ന് കയറി ഇങ്ങനെ ഓരോന്നൊക്കെ നോക്കി. സ്റ്റേഷനറീസൊക്കെ ഞാൻ എന്നത്തെയും പോലെ പൗച്ചൊക്കെ ചെക്ക് ചെയ്തു. പക്ഷെ കിട്ടിയില്ല. പിന്നെന്താ തിരിച്ച് വരുന്ന വഴിക്ക് എണ്ണക്കടികളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. കുറച്ച് ലേറ്റായി, തിരിച്ച് നടന്നിട്ട് തന്നെയാണ് വന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ശേഷം ഞാൻ കുറച്ച് നേരം ഫോണൊക്കെ നോക്കിയിട്ട് പഠിക്കായിരുന്നു വീണ്ടും. അപ്പോൾ പകൽ ഞാൻ കുറച്ച് നേരം ഇരുന്ന് പഠിച്ചു, ബാക്കിയുള്ള നേരം നോട്ട്സ് ക്രിയേറ്റ് ചെയ്ത് വെച്ചെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അത് ഞാൻ പഠിക്കുകയാണ് ഇപ്പോൾ ചെയ്യണത്. ഓൾറെഡി കുറേയൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ സൈഡിൽ ഇങ്ങനെ പോയിൻറ്റ്സൊക്കെ എഴുതി വെക്കുന്നുണ്ട്. ഞാൻ ചിലപ്പോൾ മറന്നു പോകും, അങ്ങനത്തെ പോയിൻറ്റ്സൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ പഠിക്കുകയാണ് ചെയ്യണേ. അപ്പോൾ ഞാൻ മാത്സൊക്കെ വീഡിയോ കാണുന്നതോടൊപ്പം തന്നെയാണ് പഠിക്കാറ്. ഇതുപോലെ എപ്പോഴെങ്കിലും മടി തോന്നിയിട്ട് ചിലപ്പോൾ നോട്ട് മാത്രം ക്രിയേറ്റ് ചെയ്തിട്ട് പിന്നീട് പഠിക്കുക അങ്ങനെയൊക്കെ ഉണ്ടായിന്ന് വരും. പക്ഷേ നോട്ട് മാത്രം ഉണ്ടാക്കുക അങ്ങനെ പറയുമ്പോഴും ഞാൻ കുറേയൊക്കെ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടാകും. അപ്പോൾ രാത്രി പഠിക്കുമ്പോൾ വീണ്ടും ബാക്ക് അടിച്ച് കാണേണ്ട എനിക്ക് ആവശ്യം വരാറില്ല. ബയോളജിക്ക് ഞാൻ ഇങ്ങനെ വീഡിയോ ക്ലാസ്സസ് കാണാറില്ല. ഞാൻ സ്കൂളിൽ നിന്ന് പറയുന്നത് തന്നെ മനസ്സിലാക്കും. പിന്നെ അഥവാ മനസ്സിലായിട്ടില്ലെങ്കിൽ പോലും ഞാൻ അത് ബൈ ഹാർട്ട് പഠിച്ചെടുത്തോളും. അപ്പോൾ ബയോളജിക്ക് ഞാൻ ക്ലാസ്സസ് കാണാറില്ല. പിന്നെ ഇംഗ്ലീഷ് ഹിന്ദി അതും എനിക്ക് സ്കൂളിൽ പറയുന്നത് തന്നെ മനസ്സിലാവും. പിന്നെ നോട്ട്സ് ആണെങ്കിലും അത്യാവശ്യം നല്ല നോട്ട്സ് സ്കൂളിൽ നിന്ന് തരുന്നുണ്ട്. പിന്നെ കുറേയൊക്കെ നമ്മുടെ ലേബർ ഇന്ത്യയിൽ നോക്കി പഠിച്ചാൽ മതി. അങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. അപ്പോൾ ഇംഗ്ലീഷ് ഹിന്ദി ബയോളജി ഇതിനൊന്നും നോട്ട്സും അത്ര ഉണ്ടാക്കാറില്ല കേട്ടോ. ഓൾറെഡി ഗൈഡിൽ ഉണ്ടാവും. പിന്നെ സ്കൂളിൽ നോട്ട് ഉണ്ടാക്കി വെച്ചാൽ അത്രയേ ഉള്ളൂ. അല്ലാതെ വീട്ടിൽ സെപ്പറേറ്റ് വന്നിട്ട് ടൈം എടുത്തൊന്നും ഇങ്ങനെ നോട്ട് ഉണ്ടാക്കാറില്ല. അപ്പോൾ നിങ്ങളുടെ മൈൻഡിൽ ടോപ്പിക്സൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും സജസ്റ്റ് ചെയ്യുക കേട്ടോ കമൻസിൽ. പിന്നെ അടുത്ത വീഡിയോ എന്താ വേണ്ടതെന്ന് നിങ്ങൾ തന്നെ പറയുക. ഡേ ഇൻ മൈ ലൈഫ് ആയിട്ടാണോ വേണ്ടത്, അതോ സ്റ്റഡി വ്ളോഗ്സ് ആയിട്ടാണോ വേണ്ടതെന്നൊക്കെ പറയുക. റീ ഓപ്പണിംഗ് റിലേറ്റഡ് വീഡിയോസൊക്കെ ഞാൻ അപ്പോൾ തന്നെ ചെയ്യുന്നുണ്ട്. അല്ലാതെ ഞാൻ വേറെ എന്തൊക്കെ വീഡിയോസ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ തന്നെ കമൻസിൽ പറയുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ്, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.